എടി, നീ അറിഞ്ഞോ? നിന്റെ ആദ്യ ഭർത്താവും ആ വേലക്കാരി പെണ്ണും തമ്മിലുള്ള കല്യാണം നിങ്ങളെ തറവാട്ടമ്പലത്തിൽ വെച്ച് കേമമായി നടന്നത്. എൻ്റെ ഒരു കൂട്ടുകാരി ഫോട്ടോ സഹിതം കാണിച്ചു തന്നു എനിക്ക്. ഹോ, ആ പെണ്ണിൻ്റെ ഒരു ഭാഗ്യം. 19 പവൻ്റെ സ്വർണവും അതിനത്തെ വിവാഹ വസ്ത്രവും ഒക്കെ അണിഞ്ഞപ്പോൾ പെണ്ണാളാകെ അങ്ങ് മാറിയില്ലേ. നീ സുജീഷിനോടൊന്ന് ചോദിച്ചു നോക്ക്, അവൻ്റെ ഫോണിൽ വന്ന് കാണും. ആ പിന്നെ നീ പറ്റ അവിടെ കൊച്ചിന് ചോറൂണം കൂടെ ഉണ്ടായിരുന്നു കല്യാണത്തിനൊപ്പം തന്നെ. പിന്നെ അവരെ 3 ആളെയും കണ്ടാൽ അച്ഛനും അമ്മയും കൊച്ചുമാണെന്നേ പറയും. അത്രയ്ക്ക് ചേർച്ചയാണ് കാണാൻ. രേവമ്മ പറഞ്ഞുകൊണ്ട് നിൽക്കുമ്പോഴാണ് സുജീഷ് അവിടേക്ക് കയറി വന്നത്. എന്തുവാ കിളവി കിടന്ന് വിസ്തരിക്കുന്നത്? അവിടെ തലയിൽ നിന്ന് കൊട്ടിക്കൊണ്ട് സുജീഷ് നേരെ നോക്കിയത് തമ്പുരുവിൻ്റെ മുഖത്തേക്കാണ്. ഇപ്പം പൊട്ടിക്കരയും എന്ന പോലെയാണ് അവിടെ നിൽപ്പ്. അത് കണ്ടപ്പോൾ അവന് ശരിക്കും ചിരി വന്നു പോയി. എടാ സുജീഷേ, ഇവിടെ ആദ്യ ഭർത്താവിൻ്റെയും ആ വേലക്കാരി പെണ്ണിൻ്റെയും കല്യാണ ഫോട്ടോ നിന്റെ ഫോണിൽ വന്നോടാ? രേവമ്മയുടെ ചോദ്യം കേട്ടും ദേഷ്യം വന്നു സുജീഷിന്. ദേ കിളവി, ഇതിനു മുൻപേ ഞാൻ പറഞ്ഞതാ ആ പെണ്ണ് ഇങ്ങനെയൊന്നും പറയരുതെന്ന്. വേലക്കാരി പോലും. സുജീഷിൻ്റെ ദേഷ്യം കണ്ടതും രേവമ്മ ചടച്ചു. ഓ, അവൾ വേലക്കാരി തന്നെയായിരുന്നില്ലേ അവൻ്റെ തറവാട്ടിലെ? അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറയുന്നത്. അവർ ധാർഷ്ട്യത്തോടെ തന്നെ പറഞ്ഞു. ആ, അങ്ങനെയാണെങ്കിൽ നിങ്ങളൊക്കെ വിളിക്കേണ്ട പേര് വേറെയാണല്ലോ. അമ്മായിയായി പോയി. അല്ലായിരുന്നാൽ ആ പേര് പച്ചയ്ക്ക് വിളിച്ചേനെ ഞാൻ. വീണയിൽ ഇവളെ ഞാൻ ആ പേര് വിളിക്കാം. തമ്പുരുവിനെ നോക്കി അവൻ അങ്ങനെ പറഞ്ഞതും അവൾ പൊട്ടിക്കരഞ്ഞിട്ട് അവൾക്കായി നൽകിയ ആ കുടുസു മുറിയിലേക്ക് ഓടി. അത് കണ്ട ഒരു ചിരിയോടെ അവനും ആ പിന്നാലെ നടന്നു. രേവമ്മ തികട്ടി വന്ന ദേഷ്യം മൂർക്കാൻ ചവച്ച് തുപ്പിക്കൊണ്ട് തീർത്തു. രാത്രി കുഞ്ഞോളെ സെറ്റ് സാരി ഉടുപ്പിച്ച് മുല്ലപ്പൂവും ചൂടിച്ച് കിച്ചുവിൻ്റെ റൂമിലേക്ക് പറഞ്ഞു വിട്ടത് ജലജാൻഡിയായിരുന്നു. കുഞ്ഞു അവയെ ജലജാൻഡി തന്നെയാണ് ഉറക്കിയതും തൻ്റെ റൂമിൽ കിടത്തിയതും. അത് വേണ്ടെന്ന് പറയണമെന്നുണ്ടായിരുന്നു കുഞ്ഞോൾക്ക്. പക്ഷെ ജലജാൻഡിയോട് എങ്ങനെയാണ് പറയുക? കുഞ്ഞിൽ തന്നെക്കാൾ അവകാശമുള്ളവരല്ലേ? അതുമാത്രമാ ആരും തിരിഞ്ഞു നോക്കാത്തപ്പോൾ തങ്ങൾക്കായി കൂട്ടു നിൽക്കുന്നവർ. വേറൊന്നും കൊണ്ടല്ല കുഞ്ഞോൾ അങ്ങനെയൊക്കെ ചിന്തിച്ചു പോയത്. കുഞ്ഞാവെ കൂടാതെ ഉറക്കം പോലും വരില്ലായിരുന്നു അവൾക്ക്. നിന്ന് കാലുവേദന ഉണ്ടാവാതെ പോയി കിടന്നോടാ. കുളിക്കാനുള്ള തയ്യാറെടുപ്പിൽ നിന്നുകൊണ്ട് കിച്ചേട്ടൻ അങ്ങനെ പറയുമ്പോൾ അതുവരെ ഇല്ലാത്തൊരു പരവേശം വന്ന് മൂടിയിരുന്നു കുഞ്ഞോളെ. കുഞ്ഞോളെ കിച്ചേട്ടൻ്റെ ആർദ്രമായ സ്വരം കാതിൽ പതിഞ്ഞതും ഒന്നോടെ ഭിത്തിക്കരികിലേക്ക് ചേർന്ന് കിടന്നു കുഞ്ഞോൾ. എടോ, ഞാനൊന്നും ചെയ്യില്ല, ഇങ്ങോട്ടൊന്ന് നോക്കിക്കേ, ഞാൻ മുഖൊന്ന് കണ്ടോട്ടെ. അവനുള്ള പിൻകഴുത്തിൽ നിന്നും മുടിയിഴകൾ വകഞ്ഞു മാറ്റിക്കൊണ്ട് ആർദ്രമായി പറഞ്ഞു. ആ നിമിഷം ഇക്കിളി കൊണ്ട് പുളഞ്ഞു പോയി കുഞ്ഞോൾ. അവളിൽ എന്നൊരു ശബ്ദവും ഉണ്ടായി. അത് കേട്ടപ്പോൾ വീണ്ടും അവൻ അവളുടെ പിൻകഴുത്തിലൂടെ വിരലോടിച്ചു. ചേട്ടാ പ്ലീസ്, എനിക്ക് ഇക്കിളി ആവുകയാണ്, ഇനി ഇങ്ങനെ ചെയ്യല്ലേ, അവൾ പതിയെ പറഞ്ഞു. ഇങ്ങനെ ചെയ്യണമെങ്കിൽ തിരിഞ്ഞു കിടക്കണേ, എനിക്ക് നിന്റെ മുഖം കാണും. ആ നേരം വാശിക്കാരനായി ഒരു കൊച്ചുകുട്ടിയെപ്പോലെയായി തീർന്നിരുന്നു കരൺ. കുഞ്ഞോൾക്ക് ചിരി വന്നു പോയി. അവൾ ചിരി അടക്കിക്കൊണ്ട് മെല്ലെ അവനെ അഭിമുഖമായി ചിരിഞ്ഞു കിടന്നു. എന്താണെന്ന് അവൾ കണ്ണുകൾ കൊണ്ട് ചോദിച്ചപ്പോൾ ഒന്നുമില്ലെന്ന് അവൻ ഉത്തരം നൽകിയതും കണ്ണുകളാൽ തന്നെയായിരുന്നു. രണ്ടുപേരുടെയും മുഖം രക്തവർണ്ണമായിരുന്നു ആ നിമിഷങ്ങളിൽ. പറയാതെ പറയുന്ന പ്രണയം, അതിനൊരു പ്രത്യേക ഭംഗി തന്നെ. കുഞ്ഞോൾക്കിതെല്ലാം പുതിയ അനുഭവങ്ങളായിരുന്നു. മുൻപ് പ്രണയിച്ചിരുന്നെങ്കിൽ കൂടി ഇത്രയും മനോഹരമായി താൻ പ്രണയിച്ചിരുന്നില്ല എന്ന് കാരണം ഓർത്തു. തമ്പുരുവിനോട് തോന്നിയത് എല്ലാത്തിനും പോന്നൊരു പ്രണയമായിരുന്നു. അവളും അതെല്ലാം ആഗ്രഹിച്ചിരുന്നു എന്നതാണ് സത്യം. പ്രണയത്തിലായ കാലം മുതലേ അവൾ എല്ലാത്തിനും വഴങ്ങി തന്നിരുന്നു. ചിലതൊക്കെ അവൾ സ്വയം മനസ്സാലെ പിടിച്ചു വാങ്ങിയിട്ടുണ്ട്. പക്ഷെ കുഞ്ഞോൾ അതിൽ നിന്നൊക്കെ ഒത്തിരി വ്യത്യസ്തയാണ്. തൻ്റെ സാമീപ്യത്തിൽ നിന്നും ഓടി വിളിക്കാൻ ശ്രമിക്കുന്നവൾ. എന്നാൽ താലി കെട്ടി സ്വന്തമാക്കും മുന്നേ തന്നെ തനിക്കും തൻ്റെ കുഞ്ഞിനും വേണ്ടി ജീവിതം ഒഴിഞ്ഞു വെച്ചവൾ. എല്ലാവരും എതിർത്തിട്ടും അവളെ സ്വന്തമാക്കിയതും അതുകൊണ്ടൊക്കെ തന്നെയാണ്. കുഞ്ഞോൾ ശരിക്കും ഒരു അത്ഭുതമാണ് കരണിന്. അവൻ കണ്ണിമ ചിമ്മാതെ അവളുടെ മുഖത്തേക്ക് നോക്കിക്കിടന്നു. സീമന്തരകിലെ സിന്ദൂരച്ചുവപ്പും മുടിയിലെ മുല്ലപ്പൂമാലയും പാതിമാഞ്ഞ ചന്ദനക്കുറിയും അതിന് തൊട്ട് താഴെ തൊട്ടിരിക്കുന്ന ചുവന്ന കുഞ്ഞു പൊട്ടും എല്ലാം അവളെ ഒത്തിരി സുന്ദരിയാക്കിയിരിക്കുന്നു എന്നവന് തോന്നി. അവർ പരസ്പരം കണ്ണുകളിൽ നോക്കി അങ്ങനെ കിടന്നു. അവളൊന്നും മിണ്ടിയില്ല. അവനും അങ്ങനെ അവളെ നോക്കിക്കിടന്ന് എപ്പോഴോ അവന് ഉറക്കം വന്ന് മൂടി. അവൻ ഉറങ്ങിയ ശേഷമാണ് അവൾ ഉറങ്ങിയത്. പിറ്റേന്ന് ആദ്യം ഉണർന്നത് കരണായിരുന്നു. സത്യത്തിൽ കുറേ ദിവസങ്ങൾക്ക് ശേഷമാണ് അവർ ഇരുവരും സമാധാനത്തോടെ ഒന്നുറങ്ങിയത്. അവളെ ഉണർത്താതെ അവൾ പോലും അറിയാതെ അവൾ കാൽപാദത്തിന് മുകളിലായി എന്ന് ചുംബിച്ചിട്ട് അവൻ ഫ്രഷ് ആവാനായി പോയി. എടി, തിന്നും കുടിച്ച് കിടക്കാനാണോടി നിന്നെ അവൻ ഇവിടെ കൊണ്ടുവന്നേക്കുന്നത്? മര്യാദയ്ക്ക് എഴുന്നേറ്റ് വെള്ളം വച്ചുണ്ടാക്കാൻ നോക്കിക്കോ, ഇല്ലെങ്കിൽ പട്ടിണി കിടക്കേണ്ടി വരും തമ്പുരാട്ടിക്ക്. വയ്യാതെ കിടന്ന തമ്പുരുവിനെ കുലക്കി വിളിച്ചുകൊണ്ടാണ് രേവമ്മയുടെ പറച്ചിൽ. പക്ഷെ അവർ പറഞ്ഞൊന്നും കേൾക്കാതെ അവൾ ബോധം നഷ്ടപ്പെട്ട് കിടക്കുകയായിരുന്നു. അന്നേരം കുലുക്കി വിളിച്ചിട്ടും അവൾ ഉണരാത്തതിനെ തുടർന്ന് അവരവിടെ ഇരുന്ന് ജഗിലെ വെള്ളം മുഴുവനായി എടുത്ത് അവളുടെ മുഖം അടച്ചൊഴിച്ചു കളഞ്ഞു. മൂക്കിൽ വെള്ളം കയറിയപ്പോൾ ചുമച്ചുകൊണ്ട് അവൾ ഉണർന്ന് വല്ലഭീത്തിനെയും എഴുന്നേറ്റിരുന്നു. ഓ, അപ്പം ചത്തട്ടില്ല, രേവമ്മ പുച്ഛം നിറച്ച മുഖത്തോടെ പറയുമ്പോൾ തമ്പുരു കണ്ണും നിറച്ച് അവരെ ഒന്ന് നോക്കി.
എന്താടി നോക്കണത്? എൻ്റെ മോറ് നോക്കിയിരിക്കാതെ എണീറ്റ് പോയി കുളിച്ചിട്ട് വലുതും വച്ചുണ്ടാക്കാൻ നോക്കു നീ. അത്യധികം കോപത്തോടെ അവളെ നോക്കി പറഞ്ഞിട്ട് രേവമ്മ അവിടെ നിന്നും ഇറങ്ങിപ്പോയി. അവൾ ആയാസപ്പെട്ട് ആ പായയിൽ നിന്നും എഴുന്നേറ്റ് നിന്നു. പിന്നെ ആ മുറിയിലുണ്ടായിരുന്ന ചെറിയ തടിക്കട്ടിലേക്ക് അവളൊന്ന് നോക്കി. പുതച്ച ഷീറ്റ് ഭംഗിയെ മടക്കി വെച്ചിട്ടുണ്ട്. അവനുണർന്ന് എഴുന്നേറ്റ് പോയിന്ന് അതിൽ നിന്നും അവൾക്ക് മനസ്സിലായി. പീരിയഡ്സ് ആയതുകൊണ്ടാണ് അവൾ നിലത്ത് പായ വിരിച്ച് കിടന്നത്. ഇല്ലെങ്കിൽ ആ കുഞ്ഞു കട്ടിൽ അവൻ്റെ ഒപ്പമാണ് കിടത്തം. ചിലപ്പോൾ അത് അവളെ ശ്വാസം മുട്ടിക്കാറുണ്ട്. അതിന് കാരണം കുടിച്ചു വരുന്ന ദിവസങ്ങളിൽ അവൻ്റെ പകുതിയിലേറെ ശരീരഭാഗവും അവളുടെ മീതിയായിരിക്കുമെന്നാണ്. അവൾക്ക് വല്ലാത്ത വയറുവേദനയും നടുവേദനയും ബ്ലീഡിങ്ങുമുണ്ട്. എഴുന്നേറ്റ് നിൽക്കാൻ പോലും ആവതില്ല. പക്ഷെ രേവമ്മയെ പിടിച്ച് അവൾ ഇടാനുള്ളതും എടുത്തുകൊണ്ട് പുറത്തെ മറപ്പുര ലക്ഷ്യമാക്കി മെല്ലെ നടന്നു. മറപ്പുരയിൽ കയറി നോക്കിയപ്പോൾ 2 ബക്കറ്റിലും മുകൾ ഭാഗം പൊട്ടിയ ഒരു കുടത്തിലും നിറയെ വെള്ളം എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അത് സുജീഷ് ആകും ചെയ്തിട്ടുണ്ടാവുക എന്നവൾ ഓർത്തു. അതൊരു കണക്കിന് അവൾക്ക് ഭാഗ്യമായി തോന്നി. ഇല്ലെങ്കിൽ കുളിക്കാനുള്ള വെള്ളം കോരി ചുമന്നുകൊണ്ട് വരേണ്ടി വന്നേനെ. ഈ അവസ്ഥയിൽ അത് കൂടുതൽ വേദന ഉളവാക്കും. അവൾ പെട്ടെന്ന് കുളിച്ചു. കുളി കഴിഞ്ഞപ്പോൾ അവൾക്ക് കുറച്ച് ആശ്വാസം തോന്നുന്നുണ്ടായിരുന്നു. മുഷിഞ്ഞ വസ്ത്രങ്ങൾ ഒരു ബക്കറ്റിലിട്ട് വെള്ളം മുഴിച്ച് മാറ്റി വെച്ചിട്ട് മുടി കരിമ്പൻ കയറിയ ഒരു ഉണങ്ങിയ തോർത്തിൽ ചുറ്റിക്കെട്ടി വെച്ചുകൊണ്ട് അവൾ നേരെ അടുക്കളയിലേക്കാണ് പോയത്. സുജീഷിനെ അവിടെ ഇവിടെയും കണ്ടില്ലല്ലോ എന്ന് ഓർത്തുകൊണ്ട് അവൾ ഇന്നലെ അരച്ചു വെച്ച ദോശമാവിൽ പാകത്തിനും ഉപ്പും വെള്ളവും ചേർത്തിളക്കാൻ തുടങ്ങി. ഈ സമയം മുന്നോട്ടുള്ള ജീവിതം എങ്ങനെയാകുമെന്ന ചിന്തയിൽ തൊട്ടടുത്തുള്ള ചായക്കടയിൽ ഒരു ചായയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇരിക്കുകയായിരുന്നു സുജീഷ്. വീട്ടുകാർ നടതള്ളി. സ്വഭാവദോഷം ആരോപിക്കപ്പെട്ടതിനെ തുടർന്നുണ്ടായിരുന്ന സർക്കാർ ജോലി നഷ്ടമായി. കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞ് കൂടാനുള്ളത് അക്കൗണ്ടിലുണ്ടായിരുന്നു. പക്ഷെ മുന്നോട്ടെങ്ങനെയെന്ന് അറിയില്ല. വൃത്തികെട്ടവളാണെങ്കിലും ഒരിക്കലും അംഗീകരിക്കാനോ മനസ്സറിഞ്ഞ് സ്നേഹിക്കാനോ കഴിയില്ലെങ്കിലും തമ്പുരുവിനെ സംരക്ഷിക്കേണ്ട കടമ തനിക്കുമുണ്ട്. എക്കാലവും രേവമ്മ അമ്മയുടെ ആട്ടുതൂപ്പും കേട്ട് അവളെ അടിമപ്പണി ചെയ്യിപ്പിച്ചുകൊണ്ട് തങ്ങൾക്ക് അവിടെ താമസിക്കാനും കഴിയില്ല. എന്താ സാറേ, ചായ കുടിക്കുന്നില്ലേ? അടുത്ത് വന്നുകൊണ്ട് ചോദിച്ചത് ബിൽഡിംഗ് വർക്കിന് പോകുന്ന തോമസ് ആണ്. എന്നെ ഇനി സാറേ എന്നൊന്നും വിളിക്കാനിടൂ. ഞാനിപ്പോൾ ഗവൺമെൻറ് ജോലിക്കാരനല്ല. വിളറി ഒരു ചിരിയോടെ പറഞ്ഞിട്ടോ ചായ ഒറ്റ വലിക്ക് കുടിച്ച് തീർത്തിട്ട് കാശും കൊടുത്ത് ഇറങ്ങിയ സുജീഷിൻ്റെ പുറകെ തോമസും ഉണ്ടായിരുന്നു. ഉണ്ണിയച്ഛൻ ഇതെങ്ങനെ വന്നു? വാ, അകത്തോട്ട് വാ. കിച്ചേട്ടാ, ദേ ഉണ്ണിയച്ഛൻ വന്നിരിക്കുന്നു. കുഞ്ഞോൾക്ക് സന്തോഷം കണ്ട് കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു. കല്യാണത്തിന് ഉണ്ണിയച്ഛൻ ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ചിരുന്നു. പക്ഷെ മുത്തശ്ശിയുള്ള ഇടത്തേക്ക് പോയി അദ്ദേഹത്തെ ക്ഷണിക്കാൻ കിച്ചേട്ടന് താല്പര്യമില്ലായിരുന്നു. എൻ്റെ കുഞ്ഞോളെ, ഇതിപ്പോൾ എന്തിനാ ഈ കണ്ണ് നിറയ്ക്കണേ? നിന്നെയും കുഞ്ഞവയും ഒത്തിരിയൊന്നും കാണാതിരിക്കാൻ എനിക്ക് പറ്റില്ലെന്നേ, അതിലടി ഓടി വന്നത്. ഉണ്ണിയച്ഛൻ അങ്ങനെ പറയുമ്പോൾ ഒരു ചിരിയുടെ കുഞ്ഞോൾ നിറഞ്ഞു വന്ന കണ്ണുനീർ സാരിത്തലപ്പുകൊണ്ട് തുടച്ചു മാറ്റി. അപ്പോഴേക്കും കുഞ്ഞിനെയും എടുത്തുകൊണ്ട് കിച്ചു അവിടേക്ക് വന്നിരുന്നു. ഇതെങ്ങനെ വന്നു? ബസ്സിലാ? അവൻ അയാളെ സോഫയിൽ ഇരുത്തിക്കൊണ്ട് ചോദിച്ചു. ഏയ് അല്ല, ഞാൻ ബസ് കയറി നിൽക്കുമ്പോൾ നമ്മുടെ കൈതാത്ത രവി കാറിൽ അതുവഴി വന്നു. ടൗണിലേക്കാണെങ്കിൽ കയറിക്കൊള്ളാൻ പറഞ്ഞു. അങ്ങനെ അവൻ്റെ കൂടെ ഇങ്ങനെ പോന്നു. എന്നെ ഇവിടെ ഇറക്കിയിട്ട് അവൻ അവൻ്റെ സൂപ്പർ മാർക്കറ്റിലോട്ടും പോയി. ഉണ്ണി കിച്ചുവിൻ്റെ കയ്യിൽ നിന്ന് കുഞ്ഞുവാവയെ വാങ്ങിക്കൊണ്ട് പറഞ്ഞു. അതെന്തെല്ലാം നന്നായി. കിച്ചു അദ്ദേഹത്തിനൊപ്പം സോഫയിലേക്ക് ഇരുന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഞാൻ ചായ എടുത്തിട്ട് വരാം. ഉണ്ണിച്ചൻ കാപ്പി കഴിച്ചതാണോ? കുഞ്ഞോൾ സംശയത്തോടെ ചോദിച്ചു. ഏയില്ല, എൻ്റെ കുഞ്ഞോളുടെ കയ്യിൽ നിന്ന് എന്തെങ്കിലും കഴിച്ചിട്ട് എത്ര ദിവസമായി. അതാ ഞാനൊന്നും കഴിക്കേണ്ട ഇറങ്ങിയത്. ഉണ്ണീച്ചൻ അങ്ങനെ പറഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് ആ പെണ്ണിൻ്റെ കണ്ണുകൾ വീണ്ടും നിറഞ്ഞു വന്നു. ശോ, ഇതിപ്പോൾ എന്തിനും ഏതിനും ഈ കുഞ്ഞോളിങ്ങനെ കണ്ണ് നിറയ്ക്കണേ എന്തിനാ കിച്ചു? കിച്ചേണ്ട നോക്കി ഒരു ചിരിയുടെ ഉണ്ണിയച്ഛൻ അങ്ങനെ പറയുമ്പോൾ കിച്ചി മുഖം വീർപ്പിച്ചുകൊണ്ട് കുഞ്ഞോൾ അടുക്കളയിലേക്ക് പോയി. അവളെ ആ ഭാവങ്ങളൊക്കെ ആദ്യമായി കാണുകയായിരുന്നു ഉണ്ണി. മുൻപൊന്നും അവളിങ്ങനെ കുറുമ്പൊന്നും കാട്ടിയിരുന്നില്ല എന്നയാൾ സന്തോഷത്തോടെ ഓർത്തു. സന്തോഷകരമായി ദാമ്പത്യം പെണ്ണിനെ കൂടുതൽ കൂടുതൽ കൊട്ടിത്തമുളവാക്കി മാറ്റുമെന്ന് അയാൾക്ക് തോന്നി. മുത്തശ്ശി എന്തു പറയുന്നു? കിച്ചു ഒരു ചിരിയോടെയാണ് ചോദിച്ചപ്പോൾ ഉണ്ണിയും അതേപോലെ ചിരിച്ചുകൊണ്ടാണ് മറുപടി പറഞ്ഞത്. ആൾക്കിപ്പോൾ 8ൻ്റെ പണിയിലേക്ക് ഇട്ടിരിക്കുന്നത്. വായിക്ക് രുചിയായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടുന്നുണ്ടോ? അങ്ങേലെ പെണ്ണ് വല്ലപ്പോഴും കൂടി ഒന്ന് വരും, എന്തെങ്കിലും വെച്ചുണ്ടാക്കിയിട്ട് പോവും. ആർക്കോ വേണ്ടി എന്ന പോലെ ഉണ്ടാക്കുന്നത് കൊണ്ട് അവൾ ഉണ്ടാക്കുന്നതൊന്നും ഒട്ടും രുചിയുമില്ല. അത് മാത്രം മുത്തശ്ശിക്ക് ഏത് നേരവും കാലിനും കൈക്കുമൊക്കെ നീരും വേദനയല്ലേ. പിന്നെ ഉഷ വല്ലപ്പോഴും വരുമ്പോഴാണ് അവിടെ തുണി അലക്കി കൊടുക്കുന്നത്. വീടും പരിസരവും സമയം കിട്ടുമ്പോൾ ഞാൻ വൃത്തിയാക്കും. പശുക്കളുടെ കാര്യവും കൃഷിയും എല്ലാം കഴിഞ്ഞു വരുമ്പോൾ മിക്കപ്പോഴും വൈകും. അതൊക്കെ ചെയ്യാൻ അവർക്ക് വൃത്തി നിർബന്ധമാണല്ലോ. കുഞ്ഞോളുള്ളപ്പോൾ ഇതിനെല്ലാം ആശ്വാസം ഉണ്ടായിരുന്നതല്ലേ അവർക്ക്. അനുഭവിക്കട്ടെ, അല്ലാതെ എന്തു പറയാൻ. പിന്നെ മംഗലത്തുള്ളവർ ഇടയ്ക്ക് വിളിക്കും എന്നതല്ലാതെ അവരെ കൊണ്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ? വിളിച്ചാൽ തന്നെ കൊതിയും നുണയും പറയുന്നതല്ലാതെ അവർ ഭക്ഷണം കഴിച്ച് എന്ന് പോലും ആരും തിരക്കാറില്ല. പിന്നെ ജലജയോട് അവരിപ്പം മിണ്ടാറില്ല. ആകെ ഇത്തിരി മനുഷ്യത്വമുള്ളത് അതിനായിരുന്നു. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല.
ഉണ്ണി പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചുവിൻ്റെ ഉള്ളിൽ എവിടെയോ ഒരു കുഞ്ഞു നോവ് പടർന്നിരുന്നു. എത്ര ദുഷ്ടിയാണെന്ന് പറഞ്ഞാലും കുഞ്ഞുനാൾ മുതൽ തന്നെ കുഞ്ഞിച്ചും ലാളിച്ചും വളർത്തിയവരാണ്. ഈ ഒറ്റപ്പെടൽ അവർ ചോദിച്ചു വാങ്ങിയതാണെങ്കിൽ കൂടി എന്തോ ഒരു നൊമ്പരം അവനെ ആ നിമിഷം അലട്ടി. ഏതെങ്കിലും ഏജൻസിയിൽ വിളിച്ചു പറഞ്ഞാൽ അവിടെ നാളെ വിട്ടുതരും വീട് ജോലി നിൽക്കാൻ. അങ്ങനെ ബുദ്ധിമുട്ടേണ്ട കാര്യമൊന്നുമില്ല. കിച്ചു ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കിക്കൊണ്ട് നിർവികാരതയോട് കൂടി പറഞ്ഞു. ആ, ഞാനത് പറഞ്ഞിട്ടാണോ കിച്ചു? ഞാൻ ഈ കാര്യം അവരോട് ആദ്യമേ തന്നെ പറഞ്ഞു. അപ്പം അവർ പറയാ നമ്മുടെ ജാതിക്കാർ തന്നെ വേണമെന്ന്. അതൊക്കെ ഇപ്പം നടക്കണ കാര്യമാണോ? അഥവാ അങ്ങനെയൊക്കെ വിളിച്ച് ചോദിച്ചാൽ തന്നെ അതിൻ്റെ കോൾ റെക്കോർഡ് ചെയ്ത് വെച്ച് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്യില്ലേ ആളോട്? ഈ വന്ന കാലത്തെ ജാതിയും മതവും ഒക്കെ ചോദിക്കാനും പറയാനും നിന്നാൽ പണി കിട്ടില്ലേ? ഉണ്ണി തൻ്റെ മനസ്സിലുള്ളതൊക്കെ തുറന്നു പറഞ്ഞു. എല്ലാം കേട്ട് ധർമ്മസങ്കടത്തിലയക്കിച്ചു. അവൻ താടിക്ക് കൈയും കൊടുത്തുകൊണ്ടിരുന്നു പോയി. കുഞ്ഞുവാവ ഉണ്ണിയുടെ മുടിയിൽ പിടിച്ചും വലിച്ചും മുഖത്തും തൊട്ടുമൊക്കെ ഇരിക്കുന്നുണ്ട്. ഉണ്ണീശം വന്നേ, ഫുഡ് കഴിക്കാം. ഡൈനിങ് ഹാളിൽ നിന്നുകൊണ്ട് കുഞ്ഞോൾ അയാളെ വിളിച്ചു. കിച്ചു അയാളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങി. പിന്നെ അവർ രണ്ടും തമ്മിൽ കളിയായി. കിച്ചു കഴിച്ചതാണോ? ഉണ്ണി കിച്ചുവിനെ നോക്കി ചോദിച്ചു. ആ, 8:30 മണിക്ക് മുന്നേ പ്രാതൽ കഴിച്ചിരിക്കണമെന്നാണ് എൻ്റെ സഹധർമ്മിണിയുടെ ഓർഡർ. അതുകൊണ്ട് ജിമ്മിൽ പോക്ക് മുടങ്ങിയാലും പ്രാതൽ ഞാൻ സ്കിപ്പ് ചെയ്യില്ല. ഒരു ചിരിയോടെ കിച്ചു അങ്ങനെ പറയുമ്പോൾ ഉണ്ണിയുടെ മനസ്സ് നിറഞ്ഞിരുന്നു. സത്യത്തിൽ ഒരു എടുത്തുചാട്ടത്തിനുള്ള വിവാഹമായാണ് എല്ലാവരെയും പോലെ തന്നെ അയാളും കിച്ചു കുഞ്ഞോളെ കിട്ടിയതിനെപ്പറ്റി ധരിച്ചു വച്ചിരുന്നത്. കുഞ്ഞോളെയും കുഞ്ഞിനെയും ഒക്കെ കാണുന്നത് കൂടാതെ കിച്ചുവുമൊത്തുള്ള കുഞ്ഞുള്ള ജീവിതം ഒന്ന് നേരിട്ട് കണ്ട് മനസ്സിലാക്കാൻ കൂടിയായിരുന്നു ഇങ്ങോട്ടേക്കുള്ള അയാളുടെ വരവിന് പിന്നിൽ ഉദ്ദേശം. കിച്ചുവും കുഞ്ഞോളും ഒന്നിക്കേണ്ടവർ തന്നെയായിരുന്നു അയാൾ സന്തോഷത്തോടെ മനസ്സിൽ ഓർത്തുകൊണ്ട് കഴിക്കാനിരുന്നു. കുഞ്ഞോൾ അയാൾക്ക് ഇടിയപ്പവും കടലക്കറിയും വിളമ്പി, ഒപ്പം പാൽ കാപ്പിയും. ഇതെന്താ കുഞ്ഞോളെ, ഞാൻ വരുമെന്ന് നീ മുൻകൂട്ടി കണ്ടിരുന്നോ? അയാൾ തെളിഞ്ഞ മുഖത്തോടു കൂടി അവളോട് ചോദിച്ചു. അയാൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വിഭവങ്ങൾ കണ്ടുകൊണ്ടായിരുന്നു ആ ചോദ്യം. എൻ്റെ മനസ്സിൽ പറഞ്ഞു ഇന്ന് തന്നെ ഇതുണ്ടാക്കണമെന്ന്. അവൾ ചീറ്റിയോടെ മറുപടി പറഞ്ഞു. ആ, ഇതിനെയാണ് ഈ മനഃപൂർത്തം എന്ന് പറയുന്നത്. കുഞ്ഞിനെയും കൊണ്ട് അവിടേക്ക് വന്നുകൊണ്ട് കിച്ചു അങ്ങനെ പറയുമ്പോൾ അവർ മൂവരും ഒരുപോലെ സന്തോഷത്തോടെ ചിരിച്ചു. കാര്യം അറിയില്ലെങ്കിൽ കൂടി കിച്ചുവിൻ്റെ ചെവിയിൽ പിടിച്ച് വലിച്ചുകൊണ്ട് കുഞ്ഞാവയും ഏത് ശബ്ദമുണ്ടാക്കിക്കൊണ്ട് ചിരിച്ചു. അന്നേരം തമ്പുരും ആ സുജീഷിൻ്റെ കൂടെ അവൻ്റെ ഏത് വകയിലുള്ളൊരു അമ്മയുടെ വീട്ടിലാണത്രേ. അവളുടെ അവസ്ഥ വളരെ മോശമാണെന്ന് അറിയാൻ കഴിഞ്ഞത്. ഞാൻ പോയി അവളെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരുന്നതിനെപ്പറ്റി മുത്തശ്ശിയുടെ അഭിപ്രായം എന്താണ്? എത്രയേരം അവളെൻ്റെ അനുജത്തിയല്ലേ. ആരൊക്കെ തള്ളിക്കളഞ്ഞാലും എനിക്കതിനെ പറ്റില്ല. ദേവദാസ് കണ്ണ് നിറച്ചുകൊണ്ട് പറയുന്നത് കേട്ടപ്പോൾ നാരായണി അമ്മയുടെ കണ്ണ് നിറഞ്ഞു. എന്തായാലും തൻ്റെ പ്രിയപ്പെട്ട കൊച്ചുമകളല്ലേ, ചെയ്ത തെറ്റുകൾ പൊറുക്കാവുന്നതേയുള്ളൂ. അവളെ തിരിച്ചു കൊണ്ടുപോകണം. എന്നിട്ട് എത്രയും വേഗം കിച്ചുവിനേക്കാൾ യോഗ്യനായ ഒരുവനെ കണ്ടെത്തി അവളെ വിവാഹം കഴിപ്പിച്ചയക്കണം. അവർ മനസ്സിൽ കണക്ക് കൂട്ടി. ദേവാ, നീ പോയി കൂട്ടിക്കൊണ്ടുവാ അവളെ. മുത്തശ്ശിയുണ്ട് നിന്റെ കൂടെ. അവർ അങ്ങനെ പറയുമ്പോൾ ദേവദാസ് ഉള്ളിൽ ഊറിച്ചിരിച്ചു. അവൻ്റെ മനസ്സിൽ പല കണക്കുകൂട്ടലുകളും നടക്കുന്നുണ്ടായിരുന്നു ആ നിമിഷം. ഓയ് കുഞ്ഞു. കിച്ചുവിന് വിളി കേട്ടാണ് കുഞ്ഞാവയെ കളിപ്പിച്ചുകൊണ്ടിരുന്ന കുഞ്ഞോൾ തിരിഞ്ഞു നോക്കിയത്. ഇതിപ്പോൾ കുഞ്ഞോള് മാറി കുഞ്ഞു ആയോ? അവൾ കുഞ്ഞിലേക്ക് ശ്രദ്ധ തിരിച്ചുകൊണ്ട് ഒരു ചിരിയോടെ ചോദിച്ചു. താനും എൻ്റെ കുഞ്ഞ, ഇത്തിരി വലിയ കുഞ്ഞ്. നിറഞ്ഞ ചിരിയോടെ പറഞ്ഞിട്ട് അവൻ അവർക്കരികിലേക്ക് വന്നിരുന്നു. മാറിയിരിക്കുക ചേട്ടാ, നനയും. കുഞ്ഞോൾ അവനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. കുഞ്ഞാവ വെള്ളത്തിൽ കൈയിട്ടടിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നനഞ്ഞോട്ടെ, അപ്പം ഇതേപോലെ എന്നെയും കുളിപ്പിച്ചാൽ മതി താൻ. ഒരു കള്ളച്ചിരിയോടെ കിച്ചു അങ്ങനെ പറയുമ്പോൾ നാണം കൊണ്ട് മുഖം കുനിച്ചു കളഞ്ഞു കുഞ്ഞോൾ. എൻ്റെ പൊന്നെ, ഈ നാണം കാണുമ്പോഴാണ് ബാക്കിയുള്ളവൻ്റെ കൺട്രോൾ പോണത്. കിച്ചു പതിയാണ് പറഞ്ഞതെങ്കിലും കുഞ്ഞോളത് വ്യക്തമായി കേട്ടിരുന്നു. അവൾക്ക് വല്ലാത്ത പരിഭ്രമം തോന്നി. കല്യാണം കഴിഞ്ഞിട്ട് കുറച്ച് ദിവസങ്ങളായെങ്കിലും ഇപ്പോഴും കിച്ചേട്ടൻ അരികിൽ വരുമ്പോൾ വല്ലാത്തൊരു വെപ്രാളമാണ് കുഞ്ഞോൾക്ക്. ഇഷ്ടമില്ലാഞ്ഞിട്ടല്ല, പക്ഷേ ആളുടെ നോട്ടവും ഭാവവും ഇങ്ങനെയുള്ള വർത്തമാനങ്ങളുമൊക്കെ കേൾക്കുമ്പോൾ വല്ലാത്തൊരു പരവേശം അവളെ വന്ന് മൂടും. കുഞ്ഞുസേ, ഒന്ന് വേഗം തീർത്തിട്ട് വായോ, കുറച്ച് പരിപാടിയുണ്ട് നമുക്ക്. കിച്ചേട്ടൻ പറഞ്ഞു കേട്ട് കുഞ്ഞുള്ളൊരു ഞെട്ടലോടെ അവനെ മുഖമുയർത്തി നോക്കി. കിച്ചേട്ടൻ എന്താ ഉദ്ദേശിച്ചെന്ന് അതുപോലും മനസ്സിലായില്ല. എങ്കിലും ആ പറച്ചിൽ അത്രയ്ക്ക് അങ്ങോട്ട് പിടിച്ചില്ല കുഞ്ഞോൾക്ക്. കുഞ്ഞാവയുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉള്ളൂ. എന്തും അതിന് എത്ര മല മറിക്കുന്ന പരിപാടിയാണേലും മനസ്സിൽ പറഞ്ഞതേയുള്ളൂ കുഞ്ഞോൾ. കിച്ചേട്ടനെ എതിർത്ത് ഇതുവരെ ഒന്നും പറഞ്ഞിട്ടില്ല, ഇനി പറയാനും പോണില്ല. പക്ഷെ താനും പറയുന്നത് എന്തും കിച്ചേട്ടൻ അക്ഷരം പ്രതി അനുസരിക്കുമെന്ന് ഈ കുറഞ്ഞ കാലയളവിൽ തന്നെ മനസ്സിലാക്കിയിട്ടുണ്ട് കുഞ്ഞോൾ. എടോ, ഞാൻ പറഞ്ഞത് കേട്ടില്ലേ, ഒന്ന് വേഗം. അവൻ വീണ്ടും പറഞ്ഞപ്പോൾ അവൾ കുഞ്ഞുവാവയെ എടുത്തുയർത്തി തലയിലൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. കുഞ്ഞാവ വലിയ വായിൽ കരയാൻ തുടങ്ങി. തലയിൽ വെള്ളം ഒഴിക്കുന്നത് കുഞ്ഞാവയ്ക്ക് ഇഷ്ടമുള്ള കാര്യമല്ല. കുഞ്ഞോൾ വേഗം തന്നെ കുഞ്ഞിനെ തുടച്ചുകൊണ്ട് എഴുന്നേറ്റു. കിച്ചു അവളുടെ കയ്യിൽ നിന്നും കുഞ്ഞിനെ വാങ്ങാൻ നോക്കിയെങ്കിലും കുഞ്ഞാവ കരഞ്ഞുകൊണ്ട് കുഞ്ഞുള്ള തോളിലേക്ക് ചാഞ്ഞു. അപ്പോഴാണ് കുഞ്ഞിൻ്റെ കാല് തട്ടി കുഞ്ഞുള്ള സാരി താഴേക്ക് തെന്നി നീങ്ങിയത്. കിച്ചുവിൻ്റെ കണ്ണുകൾ അവളെ നഗ്നമായ വയറിലേക്ക് പാളി വീണു. പൊക്കിളിന് താഴെയുള്ള മുറിപ്പാടിൽ കണ്ണുകൾ ഉടക്കിയപ്പോൾ
അവൻ അവളുടെ അരികിലേക്ക് ചേർന്ന് നിന്നുകൊണ്ട് ആ മുറിപ്പാടിൽ തൻ്റെ പേരുവിരൽ കൊണ്ടൊന്ന് തൊട്ടു. കുഞ്ഞിനെ ആശ്വസിപ്പിച്ചുകൊണ്ട് നിന്ന കുഞ്ഞോൾ പെട്ടെന്ന് നിശ്ചലയായി. അവളുടെ കണ്ണുകൾ മിഴിഞ്ഞു വന്നു. ഇതെന്തു പറ്റിയതാ? സ്റ്റിച്ചൊക്കെ ഉണ്ടല്ലോ. അവൻ പെട്ടെന്ന് അങ്ങനെ ചോദിച്ചപ്പോൾ കുഞ്ഞോൾ ഒരു ഞെട്ടലോടെ അവനെ നോക്കി നിന്നു. സാറിന് എൻ്റെ കൂടെ എൻ്റെ ബിൽഡിംഗ് വർക്ക്ഷോപ്പിൽ ജോലി ചെയ്യാൻ പറ്റുമെങ്കിൽ നാളെ മുതൽ വായു. തോമസ് പറഞ്ഞു കേട്ട് സുജീഷിൻ്റെ മുഖം വിടാർന്നു. അവൻ പെട്ടെന്ന് അയാളെ നിന്ന് പുണർന്നു. താങ്ക്സ്. പിന്നെ ഈ സാർ വിളി ഇനിയും വേണ്ട കേട്ടോ, അവൻ അയാളോട് സ്നേഹത്തോടെ പറഞ്ഞു. ആ, അത് ശീലിച്ചു പോയതല്ല സാറേ, പെട്ടെന്ന് അങ്ങ് മാറ്റാൻ പറ്റുമോ? അയാളൊരു ചിരിയോടെ പറയുമ്പോൾ സുജീഷ് അത് ചിരിയോടെ തലയാട്ടി. കുറച്ചു നേരം അയാളോടൊപ്പം കാര്യം പറയുകയും പിന്നീട് അയാളുടെ വർക്ക്ഷോപ്പൊക്കെ പോയി കണ്ട ശേഷമാണ് സുജീഷ് രേവമ്മയുടെ വീട്ടിലേക്ക് എത്തിയത്. പുറത്ത് കിടക്കുന്ന കാറ് കണ്ടപ്പോൾ തന്നെ അവിടെ ആരോ വന്നിട്ടുണ്ടെന്ന് അവനും മനസ്സിലായി. അവനകത്തേക്ക് ചെന്നപ്പോൾ കണ്ടത് രേവമ്മയുടെ ചിരിച്ച് സംസാരിക്കുന്ന ദേവദാസിനെയാണ്. അവനെ കണ്ടതും സുജീഷിൻ്റെ മുഖം വരുന്നുണ്ട്. അവൻ ചുറ്റിനും നോക്കിയെങ്കിലും തമ്പുരുവിനെ അവിടെ എങ്ങും കണ്ടില്ല. ആ, നീ വന്നോ? ഈ സാറ് അവളെ തിരിച്ചു കൊണ്ടുപോകാൻ വന്നതാ. നീ ഏതായാലും രക്ഷപ്പെട്ടു. ഇനി അവൾക്ക് ചെലവിന് കൊടുക്കണ്ടല്ലോ. നിനക്ക് നിൻ്റെ ഇഷ്ടത്തിന് ജീവിക്കുകയും ചെയ്യാം. ദേവദാസിൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിയ നോട്ട് കെട്ടുകൾ അരയിലേക്ക് ഒളിപ്പിച്ചുകൊണ്ട് ഒരു വല്ലാത്ത ചിരിയുടെ സുജീഷിനെ നോക്കി രേവമ്മ അങ്ങനെ പറയുമ്പോഴാണ് ദേവദാസിലെ ചായം കൊണ്ട് തമ്പുരു അവിടേക്ക് വന്നത്. സുജീഷിനെ അവൾ കടുപ്പിച്ചെന്ന് നോക്കി. എന്നാൽ അവളുടെ മുഖം വാടിയിരിക്കുന്ന കണ്ടപ്പോൾ അവൻ്റെ മുഖം ഒന്നയഞ്ഞു. സുജീഷേ, അമ്മയെ പറഞ്ഞു കേട്ടില്ലേ, നീ പ്രശ്നമൊന്നും ഉണ്ടാക്കത്തില്ലെന്ന് എനിക്കറിയാം. നിനക്ക് ഇവളെ ഇഷ്ടമല്ലതും നീയും ഇവളെ ഉപേക്ഷികളെ നടക്കുവാണെന്നും അറിയാം എന്ന് ഇവളെ തന്നോട് പറഞ്ഞോ? ദേവദാസ് പറഞ്ഞു നിർത്തിയതും സുജീഷ് ഉച്ചത്തിൽ ചോദിച്ചു. അത് കേട്ട് തമ്പുരു ഞെട്ടിപ്പോയി. ആണോടി, ഞാൻ നിന്നെ കളയാൻ നടക്കുവാണോ? നിനക്കും അങ്ങനെ തോന്നിയോ? അവളുടെ അരികിലേക്ക് നീങ്ങി നിന്നുകൊണ്ട് അവൻ ചോദിച്ചു. അവളിരുന്ന അർത്ഥത്തിൽ തല കുലുക്കി. രേവമ്മ അത് കണ്ട് കാടപ്പലും ഞെരിച്ചു. ദേവദാസിനെ മുഖം വലിഞ്ഞു മുറുകി. തമ്പുരു, നിനക്ക് ഇയാളുടെ കൂടെ പോകണമെങ്കിൽ ഇപ്പം പോകാം. അതല്ല എൻ്റെ കൂടെ ജീവിക്കാനാണ് ഇഷ്ടമെങ്കിൽ റൂമിൽ പോയി നമ്മുടെ സാധനങ്ങളൊക്കെ എടുത്ത് വയ്ക്കാൻ നോക്ക്. നമുക്ക് ഇവിടെ നിന്ന് പോകാം. അവസാന വാചകങ്ങൾ രേവമ്മയെ നോക്കിക്കൊണ്ടാണ് സുജീഷ് പറഞ്ഞത്. സർജറി എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? കിച്ചു സംശയത്തോടെ വീണ്ടും ചോദിക്കുമ്പോഴും കുഞ്ഞോൾ നിശബ്ദത പാലിച്ചു നിന്നതേയുള്ളൂ. താൻ എന്താ ഒന്നും മിണ്ടാത്തത്? ഞാൻ ചോദിച്ചത് കേട്ടിരുന്നുണ്ടോ? അതോ എന്നോട് പറയേണ്ട കാര്യമില്ലെന്നാണോ? അങ്ങനെയാണെങ്കിൽ ഓക്കെ, ഞാൻ നിർബന്ധിച്ച് പറയിക്കുന്നില്ല. കിച്ചു അങ്ങനെ പറയുമ്പോൾ കുഞ്ഞുള്ള കണ്ണുകൾ നിറഞ്ഞുപോയി. അയ്യോ കിച്ചേട്ടാ, അങ്ങനെയല്ല, എനിക്ക് പെട്ടെന്ന് ആ കാര്യം ഓർമ്മ വന്നു പോയി. അതാ ഞാനൊന്നും മിണ്ടാതെ നിന്നത്. ഈ മുറിവുണ്ടായത് കുറച്ച് വർഷം മുൻപാ. കിച്ചേണ്ടെന്ന് മംഗലാപുരത്ത. കുഞ്ഞോൾ പാതിയിൽ പറഞ്ഞു നിർത്തി അവനെ നോക്കി. വെറുതെയല്ല, ഞാൻ അറിയാതിരുന്നേ. കിച്ചു അത് ശരി വയ്ക്കുന്ന മട്ടിൽ പറഞ്ഞു. ആ സമയം കുഞ്ഞോൾ കുഞ്ഞു അവയും കൊണ്ട് കിച്ചുവിനെ മറികടന്ന് ബെഡിലേക്ക് ചെന്നിരുന്നു. വാഷ്റൂമിൻ്റെ വാതിലടച്ച ശേഷം കിച്ചുവും അവിടേക്ക് ചെന്നു. എന്നിട്ട് എങ്ങനെ ഇതുണ്ടായേ? അവൻ ആകാംക്ഷയോടെ ചോദിച്ചു. അത് ഞാൻ മറിഞ്ഞു വീണതാ. വീണപ്പോൾ ഒരു കമ്പ് വന്നു കൊണ്ടു. അങ്ങനെയാണ് മുറിവുണ്ടായത്. അവൾ പറഞ്ഞു നിർത്തുമ്പോൾ കിച്ചുവിൻ്റെ കണ്ണുകളിൽ ഒരു സംശയഭാവമായിരുന്നു.